മണ്ണപ്പം ചുട്ടു കളിച്ച കാലത്തെ ചിരട്ടയൊന്നുമല്ലിപ്പോ. ആളാകെ മാറി. പറഞ്ഞു വെച്ചാൽ കൊത്തിക്കൊണ്ടു പോകും ആളുകൾ. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും മാത്രമല്ല വില കൂടുതലുള്ളത്. ചിരട്ടകൾക്കും ഇപ്പോൾ പൊന്നും വിലയാണ്. ഇപ്പോൾ കണ്ടത് പ്രതീകാത്മക ചിത്രീകരണമാണ്. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും മാത്രമല്ല, ചിരട്ടയ്ക്കും വില കുതിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ചിരട്ടയിലും ഒരു കണ്ണ് വേണം. ചിരട്ടയുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ചോളൂ, പൊന്നും വിലയാണിപ്പോൾ. ചിരട്ട എന്ന് കരുതി കത്തിച്ചു കളയാനോ വലിച്ചെറിയാനോ വരട്ടെ. നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കുമൊപ്പം ചിരട്ടയ്ക്കും ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. ചിരട്ട പണ്ട് കിലോയ്ക്ക് 10 രൂപയ്ക്ക് താഴെ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ കിലോയ്ക്ക് 30 രൂപയുടെ മുകളിലാണ്. ഹോട്ടലുകളിൽ പാചകത്തിനായി ചിരട്ട ഉപയോഗിക്കുന്നതിനാൽ ചിരട്ടയുടെ ഡിമാൻഡ് വർദ്ധിച്ചു എന്ന് കച്ചവടക്കാർ പറയുന്നു. ചിരട്ട വാങ്ങുന്ന ആൾക്കാർ കൂടുതലുണ്ട്. ഇപ്പോൾ മറ്റേ ഹോട്ടലിലൊക്കെ അൽഫാം ഇതിനൊക്കെ കൂടുതൽ ചിരട്ട, കൊപ്പരയച്ച ചിരട്ട വേണം അധികം. അപ്പോൾ അതിനൊക്കെ നല്ല ഇതുണ്ട്, ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട്. കാർഷിക മേഖലയിൽ നാളികേര ഉൽപാദനം കുറഞ്ഞതും ചിരട്ടയുടെ കയറ്റുമതി കൂടിയതുമാണ് വില വർധനവിന്റെ പ്രധാന കാരണം. കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പല ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ ചിരട്ട കയറ്റുമതി ചെയ്യുന്നുണ്ട്. തേങ്ങ മൊത്തത്തിൽ കുറവായതുകൊണ്ടാണ് ചിരട്ടയ്ക്ക് ഇപ്പോൾ മാർക്കറ്റ് കൂടുന്നത്. പിന്നെ ചിരട്ടയ്ക്ക് ഇപ്പോൾ പല ഉൽപ്പന്നങ്ങൾ വരുന്നത്, കരികളായിട്ട് തമിഴ്നാട്ടിലൊക്കെ നല്ലോണം മാർക്കറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് വില കൂടാൻ കാരണം. കിലോയ്ക്ക് 30 രൂപ 32 രൂപ വരെ ഇപ്പം മാർജിനുണ്ട്. ഇപ്പോൾ പണ്ട് ആദ്യം 5-6 രൂപയുള്ള സാധനമാണ് ഇപ്പോൾ 3 ഇരട്ടി കൂടി, 3-4 ഇരട്ടി കൂടിപ്പോയി. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നാളികേരം മോഷണം പോകാതിരിക്കാൻ CCTV വെക്കുന്നത് പോലെ ചിരട്ട സംരക്ഷിക്കാനും കാവൽ വേണ്ടിവരും. ന്യൂസ് മലയാളം, കോഴിക്കോട്.